തദ്ദേശ പോരിന് തീയതി പ്രഖ്യാപിച്ചതോടെ പോരാട്ട ചൂടിലാണ് രാഷ്ട്രീയ കേരളം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേയുള്ള സെമി പോരാട്ടമായാണ് മുന്നണികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. രണ്ടും കൽപ്പിച്ചാണ് മുന്നണികൾ കച്ചമുറുക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതിയായതോടെ കൂടും മാറുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. തദ്ദേശം ആരെ തുണയ്ക്കും? കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് എന്ത്? ആദ്യ സ്രാപ്പ് കാണാം. LDFിനെ കടപ്പുഴക്കിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. മാസങ്ങൾക്ക് ശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീശിയടിച്ചത് ഇടത് ചുഴലിക്കാറ്റ്. ത്രിതല പഞ്ചായത്തുകളിലും മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും ഇടത് തേരോട്ടമായിരുന്നു. ട്രെൻഡ് നിലനിർത്തിയ LDF പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ തുടർ ഭരണത്തിലേറി. ക്ഷേമ പദ്ധതികൾ ഗുണം ചെയ്യുമെന്നാണ് മുന്നണിയുടെ വിലയിരുത്തൽ. സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് ഏറെക്കുറെ തീരുമാനിച്ചെങ്കിലും പലയിടത്തും പ്രഖ്യാപനം വൈകുന്നതാണ് ഇടതിന്റെ ന്യൂനത. കനകോലുവിന്റെ തന്ത്രങ്ങളുടെ കരുത്തിൽ ഇടത് കോട്ടകൾ ഇക്കുറി വീഴ്ത്താമെന്ന കണക്കുകൂട്ടലിലാണ് UDF. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് അടക്കം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിൽ ഒരു പടി മുന്നിലെത്തി. KS ശബരിനാഥൻ അടക്കമുള്ള പ്രബലരെ കളത്തിലിറക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നിസ്സാരമായി കാണുന്നില്ലെന്ന സന്ദേശവും നൽകി. കഴിഞ്ഞ തവണ നഷ്ടമായ കൊച്ചി, തൃശൂർ കോർപ്പറേഷനുകൾ തിരിച്ചുപിടിക്കാനാണ് UDFന്റെ ശ്രമം. നിയമസഭയിലേക്ക് 5-ലേറെ MLA-മാരെ എത്തിക്കാൻ ലക്ഷ്യമിടുന്ന BJP പ്രമുഖരെ തന്നെ കളത്തിലിറക്കി സെമി പോരാട്ടം കടുപ്പിക്കും. ഇനി ഒരു മാസക്കാലം പൊടിപാറുന്ന പ്രചാരണ പെരുമഴയ്ക്കാകും രാഷ്ട്രീയ കേരളം സാക്ഷിയാവുക. RDX ട്രാപ്പ്, ന്യൂസ് മലയാളം. നമുക്ക് വിശദാംശങ്ങൾ ഡാറ്റാ ഷീറ്റിൽ പരിശോധിച്ച് വരാം. നിലവിൽ മുൻതൂക്ക മാർക്ക് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ലഭിച്ചത് ഇടതുമുന്നണിക്കാണ് എന്നിപ്പോൾ തന്നെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയാം. ആകെയുള്ള 941 ഗ്രാമപഞ്ചായത്തുകളിൽ LDFന് ലഭിച്ചത് 557 ഗ്രാമപഞ്ചായത്തുകളാണ്. ബഹുഭൂരിപക്ഷം എന്ന് തന്നെ പറയാവുന്നതല്ല. UDF പിടിച്ചത് 363 പഞ്ചായത്തുകൾ, BJPക്ക് 14, 2020ക്ക് 4, RMPക്ക് 2 എന്നിങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം. 6 കോർപ്പറേഷനുകളുള്ളതിൽ 5 എണ്ണം LDFനാണ്. ബഹുഭൂരിപക്ഷം അവിടെയുണ്ട്. UDFന് കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് UDFന്റെ ഭരണം ഉള്ളത്. മുനിസിപ്പാലിറ്റികളിൽ UDFനാണ് പക്ഷേ മേൽക്കൈ. UDFന് 44 ഇടങ്ങളുണ്ട്, LDFന് 41 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. BJPക്ക് 2 നഗരസഭകളുണ്ട്. ആകെയുള്ള 154 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDFന് 111, UDFന് 43 എന്നതാണ് ഇപ്പോഴത്തെ നില. ബഹുഭൂരിപക്ഷം അവിടെയും LDFനൊപ്പം തന്നെ. തിരുവനന്തപുരത്ത് കളം പിടിക്കുകയാണ് LDFും. ആദ്യഘട്ടം പ്രഖ്യാപിച്ചത് 93 സ്ഥാനാർത്ഥികളാണ്. 93 സ്ഥാനാർത്ഥികൾ ഇതിനകം പ്രഖ്യാപിച്ചു. ആര്യ രാജേന്ദ്രൻ, നിലവിലെ മേയർ, മത്സരിക്കില്ല. 3 CPMന്റെ ഏരിയ സെക്രട്ടറിമാരെ അവർ കളത്തിലിറക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ ഇതിനകം അറിഞ്ഞു. SP ദീപക്, K ശ്രീകുമാർ, മഞ്ജൂർ ബാബു, RP ശിവജി, IP ബിനു എന്നീ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട CPM നേതാക്കളെല്ലാം മത്സരിക്കുന്നുണ്ട്. ശാസ്തമംഗലത്ത് മുൻ DGP R ശ്രീലേഖയ്ക്കെതിരെ മത്സരിക്കുക R അമൃത എന്നവരുടെ യുവ നേതാവാണ്. ജഗതി വാർഡിൽ സിനിമാ സീരിയൽ താരം പൂജപ്പുര രാധാകൃഷ്ണനാണ് LDFന്റെ സ്ഥാനാർത്ഥി എന്നതും ആ നിലക്കൊരു കൗതുകകരമായ കാര്യമാണ്. അലത്തറയിൽ മത്സരിക്കുന്ന 23-കാരി മേഘന പട്ടികയിലെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് എന്ന് നമ്മൾ ഇതിനകം അറിഞ്ഞു. കൊച്ചിയിലും അതുപോലെ തന്നെയാണ്. വലിയ പൊടിപാറുകയാണ്. കൊച്ചി കോർപ്പറേഷനിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് ഇതിനകം തന്നെ പതിവ് വിട്ട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രഖ്യാപിച്ചത് 40 സ്ഥാനാർത്ഥികളെയാണ്. കോൺഗ്രസ് മത്സരിക്കുന്നത് 65 സീറ്റിലാണ്. 40 പേരെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദീപ്തി മേരി വർഗീസ്, ആന്റണി കുരീത്തറ, ദീപക് ജോയ് എന്നിങ്ങനെ പേരുകെട്ടാൽ അറിയുന്ന നേതാക്കൾ മത്സരരംഗത്ത് ഇതിനകം തന്നെ വന്നു. CPIM സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാകും. BJPയുടെ പട്ടിക എന്തുകൊണ്ടോ ഒരല്പം വൈകുകയാണ്. കോഴിക്കോടും അതുതന്നെയാണ് സ്ഥിതി. കോഴിക്കോട് കോർപ്പറേഷനിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുകയാണ്. 45 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു BJP. നവ്യ ഹരിദാസ്, അവരുടെ പ്രധാനപ്പെട്ട യുവതാരം, മത്സരിക്കുന്നത് കാരപ്പറമ്പ് ഡിവിഷനിലാണ് നമ്മൾ അറിയുന്നു. കോൺഗ്രസിൻ്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിക്കും. ആദ്യഘട്ടം പ്രഖ്യാപിച്ചത് 22 പേരെയാണ്. CPIMന്റെ സ്ഥാനാർത്ഥി പട്ടിക നാളെ വരും. ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് മത്സരിച്ചേക്കും എന്ന് നമ്മളിപ്പോൾ തന്നെ അറിയുന്നുണ്ട്. ചാലപ്പുറം, കോഴിക്കോട് കോർപ്പറേഷനിലെ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിലെ അതിർത്തി വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങി. അത് ഇതിനകം തന്നെ വാർത്തയായിട്ടുണ്ട്. ചുമതലകൾ രാജിവെച്ച് ചാലപ്പുറം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് P അയ്യൂബ് ഉൾപ്പെടെ 16 പേർ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പ്രതിഷേധ കാരണം ചാലപ്പുറം ഡിവിഷൻ CMPക്ക് നൽകിയതാണ്. അതിലാണ് അവർക്ക് പ്രതിഷേധമുള്ളത്. അനുനയ ശ്രമം നടത്താതെ ആണ് ഇപ്പോൾ പക്ഷേ നേതൃത്വം നിൽക്കുന്നത്. നേതാക്കൾ ധിക്കാരപരമായി പെരുമാറി എന്നാണ് അയ്യൂബ് ഇതിനുശേഷം മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂറുമാറ്റം വ്യാപകമായി തന്നെയും പലയിടങ്ങളിലായിട്ടുണ്ട്. എറണാകുളം എടത്തല പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കോൺഗ്രസ് വിട്ട് CPIMലേക്ക് പോയി എന്ന വാർത്ത നമുക്ക് മുമ്പാകെ വന്നു. പത്തനംതിട്ട ഏനാദിമംഗലത്ത് CPIM പഞ്ചായത്ത് അംഗം കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട്. അങ്ങനെ പലതാണ്. പത്തനംതിട്ട കോയിപ്പുറത്ത് കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് BJPയിൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നയാൾ BJPയുടെ അംഗത്വം എടുത്തു. അങ്ങനെ നിരവധിയായിട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും ചെയ്തു. ഹർഷൻ, LDFന് മുന്നേറ്റമുണ്ട്. LDF 3ാം തവണയിലേക്ക് ഒരു ഭരണം കിട്ടും എന്ന പ്രതീക്ഷയുമായിട്ടും LDF മുന്നോട്ട് പോവുകയാണ്. പ്രാധാന്യമേറിയ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയാവുന്നതാണ്. ഒന്ന്, LDF 3ാം വട്ടം നോക്കുന്നു.
UDF ഏത് വിധേനയും ശക്തി പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മുൻകാലങ്ങളിൽ ഇല്ലാത്തത്ര ശക്തിയോടെ കൂടുതൽ സീറ്റ് വാങ്ങുമെന്ന് പറഞ്ഞിട്ട് നിയമസഭ കൂടെ ലാക്കാക്കിയിട്ട് NDAയും BJPയും കളത്തിലുണ്ട്. അപ്പോൾ ഏത് നിലക്ക് നമ്മളിതിനെ കാണണം? ഇതിലെല്ലാവരും, അതായത് പ്രധാനമായും LDF മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ വലിയ മേൽക്കൈ, അതിൻ്റെ തുടർച്ചയായി പ്രാദേശികമായി നടപ്പാക്കിയ വികസന പദ്ധതികൾ, ഇപ്പോൾ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീടുകൾ വെച്ച് നൽകിയത്, മറ്റ് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചത്, വികസനം, പ്രാദേശികമായി ഉണ്ടായിട്ടുള്ള വികസനം, ഇത്തരം വിഷയങ്ങളെ എല്ലാം മുൻനിർത്തി പിണറായി വിജയൻ സർക്കാരിൻ്റെ 9.5 വർഷത്തെ പ്രവർത്തനത്തെ മുൻനിർത്തി കൂടി ഈ പ്രാദേശിക തലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുക എന്നുള്ള നിലപാടാണ് ഇടതുമുന്നണിയുടേതെന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. മിക്കവാറും തെരഞ്ഞെടുപ്പ് വേദികളിലെല്ലാം പ്രധാനമായും സംസാരിക്കുന്നതും പ്രസംഗിക്കുന്നതുമൊക്കെ തീർച്ചയായും ഏറ്റവും പ്രാദേശികമായ വിഷയങ്ങൾക്കായിരിക്കും ആളുകൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ കൂടി നേതാക്കൾ പ്രസംഗിക്കുന്നത് ഈ 9.5 വർഷത്തെ ഭരണത്തെക്കുറിച്ചാണ് എന്നുള്ള കൗതുകമുണ്ടെങ്കിൽ UDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ നമ്മൾ കാണുന്നത് എന്താണ്? 9.5 വർഷത്തെ LDFിൻ്റെ ഭരണത്തിനെതിരായ ഒരു ജനവിധി വേണം എന്ന നിലയ്ക്കാണ്. അതായത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ഈ തുടർഭരണത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ, ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ എന്ന് വേണമെങ്കിൽ പ്രവചിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. NDA ആയിക്കോട്ടെ, NDA അവർ കണക്ക് കൂട്ടുന്നത് മുഴുവൻ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ അവരുടെ പ്രകടനവുമായി ചേർത്ത് വെച്ചാണ്. ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് നേടാൻ കഴിഞ്ഞ പോക്കറ്റുകളെ ആ നിലയ്ക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവർക്ക് തരക്കേടില്ലാതെ പ്രകടനം നടത്താൻ കഴിയുന്ന കേന്ദ്രങ്ങളായി തിരിച്ചറിഞ്ഞ് ആ മേഖലകളിൽ പ്രവർത്തനം സജീവമായി സംഘടിപ്പിക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായി അവർ പ്രതീക്ഷിക്കുന്ന ചില കേന്ദ്രങ്ങൾ അവിടെ തിരുവനന്തപുരം, തൃശ്ശൂർ കോർപ്പറേഷനുകൾ, ഒപ്പം പാലക്കാട് നേരത്തെ തന്നെ അവരുടെ കയ്യിലുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്. ഇനിയിപ്പോൾ പന്തളം പോലെയുള്ള ചില പ്രദേശങ്ങൾ, ഇങ്ങനെ ചില പോക്കറ്റുകൾ കേന്ദ്രീകരിച്ച് അവരും വലിയ പ്രതീക്ഷയോടെ അവർ ആലപ്പുഴ ജില്ലയിലെ ചില കേന്ദ്രങ്ങൾ, ഇതുപോലെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. അവർ കണക്ക് പറയുന്നത് ഇവിടെ നിന്ന് എടുത്തിട്ടാണ്, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് എടുത്തിട്ടാണ്. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് മേൽക്കൈയുള്ള, അവരവർക്ക് മുൻതൂക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്നോ വിഷയങ്ങളിൽ നിന്നോ ഒക്കെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ കണ്ടെത്തി പ്രചാരണ വേദിയിലുണ്ട്. രസകരമായ ഒരു കാര്യം, വലിയ പ്രമുഖർ, സാധാരണ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനപ്പുറത്ത് വലിയ പ്രമുഖർ മത്സര രംഗത്തുണ്ട്. ഇപ്പോൾ പ്രചാരണ ദൃശ്യങ്ങൾ കണ്ടാൽ നമ്മൾ നോക്കുമ്പോൾ ഈ പ്രചാരണത്തിൻ്റെ ദൃശ്യങ്ങളിൽ ഇത് പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണോ അതോ ഇത് പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണോ എന്ന് സംശയിക്കത്തക്കവണ്ണം ഹെവി വെയിറ്റുകളാണ് റോഡിലിറങ്ങി പ്രചാരണത്തിലുള്ളത്. വീട് കയറി വോട്ട് ചോദിക്കാൻ നടക്കുന്നത് മുതിർന്ന നേതാക്കളാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇതിപ്പോൾ ശബരിനാഥനെ പോലെയുള്ള മുൻ MLA മാർ മത്സരിക്കുന്നു. ഈ ശ്രീലേഖയെ പോലെയുള്ള മുൻ DGP ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുള്ള ചരിത്രത്തിലില്ലാത്ത ചില കാര്യങ്ങളാണ്. അത്തരത്തിൽ ചരിത്രത്തിലില്ലാത്ത ചില കാര്യങ്ങൾ കൂടി നടക്കുന്നു. വലിയ വീറും വാശിയും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഈ വികസനം എന്നത് ഇടതുമുന്നണി മുദ്രാവാക്യമാക്കുമ്പോൾ അവർക്ക് എടുത്തു പറയാനുള്ള ചില വിഷയങ്ങളെല്ലാം ഈ പറഞ്ഞ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ ഞാൻ ആലോചിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈഫ് പോലെയുള്ള വികസന പദ്ധതികളൊക്കെ പ്രാദേശിക തലത്തിൽ നടപ്പാക്കുമ്പോൾ ഇത് ഏറ്റവും അർഹതപ്പെട്ടവർ എന്ന് വിചാരിക്കുന്ന ചിലർക്കാണ് അത് കിട്ടുക. പക്ഷേ അർഹതപ്പെട്ടവർ എന്ന് സ്വയം കരുതുന്ന ഒത്തിരി പേര് അവിടെ വേറെ കാണും. അപ്പോൾ അതൊക്കെ പൂർണ്ണമായും അങ്ങനെ പ്രതിഫലിക്കും, ഇടതുമുന്നണിക്ക് അനുകൂലമായി വരുമെന്നൊന്നും ഒറ്റയടിക്ക് നമുക്കങ്ങ് പ്രവചിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് താഴെ പ്രവർത്തിക്കുക? ആ ജനകീയാസൂത്രണത്തിന്റെ കാര്യം നമുക്കറിയാലോ. അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിലും അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. അത് അതാണ് അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ പ്രകടനത്തിന് ശേഷം തൊട്ടു പിന്നാലെ ഇപ്പം ഭരണത്തിൽ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് അങ്ങനെ തന്നെ പ്രതിഫലിക്കുമെന്ന് നമുക്ക് പറയാനും കഴിയില്ല. ഇപ്പോൾ പഴയ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയതിനു ശേഷമാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുമുന്നണി തീരുമാനിക്കുന്നത്. നേരെ അത് പരാജയപ്പെട്ടു, നേരെ UDF അധികാരത്തിൽ വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചരിത്രം ഈ കാര്യത്തിൽ നിൽക്കുന്നത്. പക്ഷേ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സെമി ഫൈനലായി തന്നെയാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. ഒറ്റ കാര്യം കൂടിയുണ്ട്, എനിക്ക് തോന്നുന്നത് ഇത്തവണ ഈ മാധ്യമങ്ങളുടെ ഒരു സജീവത കൊണ്ടുകൂടിയൊക്കെ ആവാം, ഈ കൂറുമാറ്റവും കാലുമാറ്റവും കണ്ടാൽ ചിരിച്ച് നമ്മൾ ഒരു വഴിക്കാകും. അതായത് ആദർശ ധീരന്മാരെ കൊണ്ട് പഞ്ചായത്തുകൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കാരണം സീറ്റ് ഇത്തവണ കിട്ടില്ല എന്ന് ഉറപ്പാവുന്നവരെല്ലാം അപ്പോൾ ഈ അഴിമതി ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ച് നിന്ന നിപ്പിൽ മറുകണ്ഠം ചാടി പുതിയ പാർട്ടിയിലേക്ക് പോകുന്നു എന്നുള്ള രസകരമായ കാഴ്ചകളുണ്ട്. അതിൽ ആം ആദ്മി പാർട്ടിയിലേക്ക് വരെ കോൺഗ്രസിൽ നിന്ന്, കോഴിക്കോട് ഒരു കൗൺസിലർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ആം ആദ്മി പാർട്ടിയിൽ പോയി. അതിന് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ അഴിമതിയാണെന്നൊക്കെയുള്ള വിചിത്രമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചാണ് കക്ഷി ആം ആദ്മി പാർട്ടിയിലേക്ക് പോകുന്നത്. ഇങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കുന്നു. വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ 2020 പോലെയുള്ള
കക്ഷികൾ അവരുടെ പ്രദേശത്ത് അവർ നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. കാരണം 2 തവണ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു പ്രശ്നത്തിലേക്ക് അവർ കടക്കുക. അപ്പോൾ കഴിഞ്ഞ തവണ 4-5 പഞ്ചായത്തുകൾ പിടിച്ച ഒരു പാർട്ടിയും സംവിധാനവും ഒരു കോർപ്പറേറ്റ് പാർട്ടി സംവിധാനമാണ്. അപ്പോൾ ഇപ്പോൾ ഇത്തവണ അവർക്ക് ആ പ്രദേശത്ത് കുറച്ച് കുഴപ്പം ബാധിക്കുമോ എന്നുള്ള ആശങ്ക കൊണ്ട് കേരളത്തിൽ വ്യാപകമായി സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിക്കുകയും കേരളത്തിൽ പല വഴി പോയാൽ എവിടെയും മാങ്ങ കാണുന്ന ഒരു അവസ്ഥയുണ്ട്. അവരുടെ ചിഹ്നം മാങ്ങയാണ്. അപ്പോൾ ആ രീതിയിൽ കാണുന്ന അവസ്ഥയുണ്ട് എന്നുള്ള കൗതുകമൊക്കെ ഉണ്ട്. നമ്മൾ ആ ചെറുകിട പാർട്ടികളിലേക്കൊന്നും നമ്മൾ വന്നിട്ടില്ല. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ സമയമുണ്ട്. അതെ, സമയമുണ്ട്. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ഏറ്റവും പ്രധാനപ്പെട്ട വലിയ മുന്നേറ്റം നടത്തിയത് നമ്മൾ ഈ കണക്ക് വായിച്ചല്ലോ. അത് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതാകുന്നതെന്ന് വെച്ചാൽ അതിന് തൊട്ട് മുമ്പ് നടന്ന ലോക്സഭാ ഇലക്ഷനിൽ 19 സീറ്റ് UDF കൊണ്ടുപോയി. ഒറ്റ സീറ്റ് മാത്രമാണ് LDF കിട്ടിയത്. അതും ശബരിമല പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് വന്ന ലോക്സഭാ ഇലക്ഷൻ ആയതുകൊണ്ട് ഹർഷന് ഓർമ്മയില്ല. അതായത് LDFൻ്റെ CPM പ്രവർത്തകരുടെയും CPI പ്രവർത്തകരുടെയും മനോവീര്യം ആകപ്പാടെ തകർന്ന നിലയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. അങ്ങനെയല്ലേ? അപ്പോൾ അവിടെ പക്ഷേ അവർക്ക് കിട്ടിയതൊരു പുനർജന്മമായിരുന്നു. കാരണം അതിഗംഭീരമായിട്ടുള്ള മുന്നോട്ട് പോക്ക് അവർക്കുണ്ടായി. വലിയ വ്യത്യാസം UDF ആയിട്ടുണ്ടായി. ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി ഒഴികെ എല്ലാ തദ്ദേശ സംവിധാനങ്ങൾക്കകത്തും വലിയ മുന്നേറ്റം അവരുണ്ടാക്കി. അതാണ് സ്വാഭാവികമായിട്ടും ആ കരുത്തിൽ നിന്നാണ് വീണുപോയിടത്ത് നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ആ കരുത്തിൽ നിന്നാണ് അവർ 2ാം ഭരണത്തിലേക്ക് പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 3ാം ഭരണത്തിലേക്ക് പോകാൻ ഇപ്പോൾ ഒരു നല്ല വിജയം അവർ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല LDFും CPM, പ്രത്യേകിച്ചും CPMൻ്റെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ അവർ ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങൾ ഇത് ഉറപ്പായിട്ടും താഴെത്തട്ടിൽ പ്രതിഫലിക്കും എന്ന നല്ല ആത്മവിശ്വാസത്തിലാണ്. നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ അതിദരിദ്രരെ മുക്തരാക്കുക എന്നത് അതിൻ്റെ കോറിൽ വളരെ നല്ല കാര്യമാണ്. കാരണം അത്ര ആളുകൾക്ക് ഇവർ സെലക്ട് ചെയ്തിരിക്കുന്ന അത്ര ആൾക്ക് വേണ്ടി അത്ര അധ്വാനിച്ച് അവരെ മുകളിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ മറ്റ് വിമർശനങ്ങൾ നമ്മൾ കണക്കിലെടുക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ മറ്റുള്ള ആളുകൾ എങ്ങനെയായിരിക്കും അതിനെ കാണുക എന്നത് നമ്മൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ നിലക്ക് ശരിക്കും നിയമസഭയിലേക്ക് പോകുമ്പോൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ വിഷയത്തിന്മേൽ എന്ന് വെച്ചാൽ ഈ വികസനം, ഏറ്റവും താഴെത്തട്ടിൽ ചെയ്ത മികച്ച കാര്യങ്ങൾ, വീട് വെച്ച് കൊടുക്കുകയും മറ്റും ചെയ്ത കാര്യങ്ങൾ, ഈ കാര്യങ്ങളെ യഥാർത്ഥത്തിൽ താഴെത്തട്ടിലെ ആളുകൾ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത് എന്ന് കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. പിന്നെ ക്ഷീണിച്ചിരിക്കുന്നുവെന്ന് പൊതുവിൽ കേരള രാഷ്ട്രീയം കണക്കാക്കുന്ന കോൺഗ്രസും UDF സംവിധാനവും ഏത് നിലക്ക് മുന്നോട്ട് വരുമെന്നും ഏറ്റവും പ്രധാനപ്പെട്ടത് BJP പ്രത്യേകിച്ചും ഇറക്കുമതി ചെയ്യപ്പെട്ട ഒരു പ്രസിഡൻറ്റിൻ്റെ കാലത്ത് കേരളത്തിൻ്റെ യഥാർത്ഥ സംഗതികളെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല എന്ന് നമ്മളിപ്പോഴും വിചാരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ കാലത്ത് ആദ്യത്തെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമോ ലോക്കൽ ബോഡി ഇലക്ഷൻ എന്നുകൂടെ നമ്മൾ കാണണം. അവർ 11 നിയമസഭാ സീറ്റുകളിൽ അവർ 1ാം സ്ഥാനത്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കിയാൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിലക്കുള്ള ഒരു മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുമോ എന്നതിൻ്റെ സൂചനകൾ കൂടെ നമുക്ക് ലോക്കൽ ബോഡി ഇലക്ഷന് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഒരു ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ തവണ അവർക്ക് പറ്റിയിരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ആരെയും ജയിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ള, അതായത് അതാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സൂചകമായി വരുന്നത്, ജില്ലാ പഞ്ചായത്തിലേക്ക് ആരൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ആ കാര്യത്തിൽ BJP വലിയ പരാജയമായിരുന്നു, NDA വലിയ പരാജയമായിരുന്നു. വേറൊരു കാര്യം എനിക്ക് സങ്കടം തോന്നുന്നതിൽ BDJS എന്ന് പറയുന്ന പാർട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വാദിക്കാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അതെ, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പിന്നീട് പറയാം. തദ്ദേശം പിടിച്ചാൽ നിയമസഭയിലേക്കുള്ള വഴി തെളിയും. കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവമാണിത്. നിയമസഭയുടെ കാലാവധി പൂർത്തിയാകാൻ ഇനി 5 മാസം മാത്രം ബാക്കിയുണ്ട്. പക്ഷേ ഫൈനലിന് മുന്നേയുള്ള വാമപ്പ് പോരാട്ടമായല്ല, മറ്റൊരു ഫൈനലായി തന്നെയാണ് മുന്നണികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. 3 മുന്നണികൾക്കും ഇത് ജീവൻ മരണ പോരാട്ട കാലമാണ്. 2020 പ്രകടനം ആവർത്തിച്ചില്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന പേരുദോഷം LDFിൻ്റെ തലയിലിരിക്കും. എണ്ണിത്തിട്ടപ്പെടുത്തുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ജയമെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇടതിന് ആത്മവിശ്വാസത്തോടെ നേരിടാം. UDFന് തോൽവിയാണെങ്കിൽ ആ സംവിധാനം തന്നെ ഘടനാപരമായ തിരിച്ചടികൾ നേരിടും. അതവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഒരു പടി മുന്നേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിൽ ഇറങ്ങിയത്. 10 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് എതിരാളികളെ ഞെട്ടിച്ച BJP ഇക്കുറി കോർപ്പറേഷൻ ഭരണം തന്നെ പിടിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. 2020 പോലെയുള്ള പ്രാദേശിക കൂട്ടായ്മകളും സാമ്പാർ സംയുക്ത സഖ്യങ്ങളും സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വിമതവേഷം അണിഞ്ഞവരുമെല്ലാം കളം നിറയും. ഈ പറഞ്ഞ സകലരും ആവനാഴിയിലെ സർവ്വ ആയുധങ്ങളും എടുത്തെയ്യുന്നത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടതായിട്ട് വരും.